ഹായ് മക്കളെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഇൻഡസ്. സാറിനെ കൃത്യമായി കാണുന്നുണ്ടോ? സാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ ഉഷാടും കഴിച്ച് കാണിച്ചേ. ഓക്കെ, സോ ഇന്ന് നമുക്ക് 2 ചാപ്റ്റേഴ്സാണ് റിവൈസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. 7ാമത്തെ ചാപ്റ്ററും അതേപോലെ തന്നെ 8ാമത്തെ ചാപ്റ്ററും അല്ലേ. സോ നമുക്ക് 7ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചാപ്റ്റർ നമ്പർ 7, ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ, നെർവസ് കോർഡിനേഷൻ, മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തചംക്രമണം, വിസർജനം, നാഡീവ്യൂഹം എന്നിവയുടെ ഏകോപനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വലിയൊരു ചാപ്റ്ററാണ്. സോ നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യം നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. രക്തപര്യന വ്യവസ്ഥയെ കുറിച്ചിട്ടാണ്. എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ഫ്രം ദ സ്മോൾ ഇൻഡസ്റ്റൈൻ ആൻഡ് ഓക്സിജൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്രീത്തിങ് റീച്ച് ഈച്ച് സെൽ ത്രൂ ബ്ലഡ്. വൻകുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങളിലും ശ്വാസോച്ഛ്വാസം വഴി ലഭിക്കുന്ന ഓക്സിജനും രക്തത്തിലൂടെ ഓരോ കോശങ്ങളിലേക്കും എത്തുന്നു. ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കാം. സോ ദിസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽ ആൻഡ് ഹാർട്ട്. ആ 3 പോയിന്റ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സർക്കുലേറ്ററി സിസ്റ്റം, ബ്ലഡ് ഉണ്ടായിരിക്കും, ബ്ലഡ് വെസൽ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സെന്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം എന്നറിയപ്പെടുന്ന ഓർഗൻ ഏതാ സാറിനെ വിളിച്ചേ? സെന്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം ദർശന. ദർശന പറയൂ. മ്യൂട്ട് ചെയ്യൂ ദർശന. അൺമ്യൂട്ട് ചെയ്യൂ ദർശന. അബിൻ റോബിൻ പറഞ്ഞോളൂ. വെരി ഗുഡ് ഈവനിങ് മക്കളെ, പറഞ്ഞോ. ഹാർട്ട് ആണ്. സോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഹാർട്ടിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം? എന്തൊക്കെയാണ് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്? ആരാ പറയാനായിട്ട് വരുന്നത്? ഇമ്മാനുവൽ. വെരി ഗുഡ് ഈവനിങ് ഇമ്മാനുവൽ, പറഞ്ഞോളൂ. ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ്. വെരി ഗുഡ്. ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ന്യൂട്രിയൻസിന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഏത് ഗ്യാസിനായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക? ഓക്സിജൻ. വെരി ഗുഡ്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മളെ ഫങ്ഷൻസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എഴുതേണ്ടത്. രക്തചംക്രമണ വ്യവസ്ഥയുടെ ധർമ്മങ്ങൾ: ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ സംവഹനം. ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഓൾ ബോഡി പാർട്സ്, ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നു. Then carries CO2 rich blood from different parts of the body to the heart. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹൃദയത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാർന്ന് കഴിച്ച് കാണിച്ച് നിങ്ങളോട് ചോദിക്കാറുള്ള ചോദ്യമാണ് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. then അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്? രക്തത്തിന്റെ ദ്രാവക ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? എന്താണ്? ആരാ പറയാനായിട്ട് വരുന്നത്? ജിസ്ന. കമോൺ ജിസ്ന. പ്ലാസ്മ. വെരി ഗുഡ്. പ്ലാസ്മയാണ്. പ്ലാസ്മ ഇസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബോഡി അല്ല, ബ്ലഡിലെ രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻസ് ആർ ഹ്യൂമൻ ബ്ലഡിനകത്ത് നമുക്കറിയാം ഇതൊരു ഫ്ലൂയിഡ് പാർട്ടാണ്. ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് പാർട്ട് ഓഫ് അവർ ബോഡി വിച്ച് സർക്കുലേറ്റ് ത്രൂ ഔട്ട് ദ ബോഡി ബൈ ഡെലിവറിംഗ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻ ടു ഓൾ ആൻഡ് റിമൂവിംഗ് വേസ്റ്റ് പ്രൊഡക്റ്റ്. കോശങ്ങളിലേക്ക് ഓക്സിജനും പോഷകങ്ങളും വിതരണം ചെയ്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്തും ശരീരത്തിലുടനീളം സഞ്ചരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ഒരു ദ്രാവകമാണ് മനുഷ്യ രക്തം എന്ന് പറയുന്നത്. ഹ്യൂമൻ ബ്ലഡിന്റെ കളർ എന്താണ്? റെഡ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഈ ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നത് ഒരു പ്രത്യേക തരം പിഗ്മെന്റ് പ്രോട്ടീൻ ആണ്. ആ പിഗ്മെന്റ് പ്രോട്ടീന്റെ പേരെന്താണ്? ആരാ പറയാനായിട്ട് വരുന്നേ? അർജുൻ. ഏതാണ് ആ പിഗ്മെന്റ് പ്രോട്ടീൻ? അർജുൻ കം ഓൺ. അർജുനെ. ആഗ്നസ് കം ഓൺ. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ് ആഗ്നസ്, പറഞ്ഞോളൂ. ഹീമോഗ്ലോബിൻ ആണ്. Then iron and protein are the main components of the hemoglobin. ഹീമോഗ്ലോബിന്റെ പ്രധാന കോമ്പോണൻസ് എന്ന് പറയുന്നത് അയൺ ആണ് കേട്ടോ. ഒന്ന് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അയൺ. അയണും ഹീമോഗ്ലോബിനുമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക.
ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഷോർട്ട് ഒന്ന് കഴിച്ച് കാണിച്ചേ. Okay, then അടുത്തത് consuming iron rich food is essential because iron is a vital mineral in the production of hemoglobin and various bodily activities. ഇരുമ്പ് കലർന്ന ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ്, കാരണം ഹീമോഗ്ലോബിൻ ഉൽപാദനത്തിലും വിവിധ ശാരീരിക പ്രവർത്തനങ്ങളിലും ഇരുമ്പ് പ്രധാന ധാതുവാണ്. അയൺ റിച്ച് ഫുഡ് ഏതൊക്കെയാണ്? ഡേറ്റ്സ്, നമ്മുടെ ഈന്തപ്പഴം, അതുപോലെ തന്നെ എഗ്ഗ്, മുരിങ്ങ ലീഫ് ഒക്കെ കേട്ടാ, കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. Then functions of hemoglobin. What is the major function of hemoglobin? ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താ? ആരാ പറയാനായിട്ട് വരുന്നത്? ഡിസാമെരിയ പറയൂ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഹീമോഗ്ലോബിൻ ഇപ്പൊ തന്നെ പറഞ്ഞു ഒരു ഫംഗ്ഷൻ. എന്തായിരുന്നു ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ? ബ്ലഡിൽ എന്ത് കൊടുക്കുന്നു? ബ്ലഡിന് എന്ത് കൊടുക്കും ഹീമോഗ്ലോബിൻ? പ്രോട്ടീൻ ആണോ? ബ്ലഡിന് കളർ കൊടുക്കും. എന്ത് കളർ? റെഡ് കളർ അല്ലേ? റെഡ് കളർ കൊടുക്കും. ഒന്നാമത്തെ ഫംഗ്ഷൻ അതാണ്. ദെൻ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താ? എന്നാണോ പറഞ്ഞേ? അതോ ഇപ്പൊ പറയാമെന്നാണോ പറഞ്ഞേ? ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ എന്താടാ? ആരാ പറയാനായിട്ട് വരുന്നേ? നവനീത്. ഗുഡ് ഈവനിങ് സർ. വെരി ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ട്രാൻസ്പോർട്ട് ഓക്സിജൻ ടു ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ദെൻ മൂന്നാമത്തെ ഫംഗ്ഷൻ ഓക്സിജനെ മാത്രമേ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡിനെയും കൂടി എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഓൾ ദീസ് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ടു ക്യാരി ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു സെൽ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം സെൽസ് ടു ലങ്സ്. ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ഹീമോഗ്ലോബിൻ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഈ പ്ലാസ്മ ഇൻ പ്ലേറ്റ്ലെറ്റ് നമുക്ക് നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്നത് ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബോഡിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബോഡി അല്ല, ബ്ലഡ് ആണ്. പെയിൽ യെല്ലോ കളർ, ഇളം മഞ്ഞ നിറമായിരിക്കും. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽ. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ പറയുന്ന പ്ലാസ്മയാണ്. അടുത്തത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ചോദ്യം ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഏത് കോമ്പണന്റ് ആണ് ഈ പറയുന്ന രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? നമുക്കറിയാം, ബേസിക്കലി രണ്ട് തരത്തിലാണ് ബ്ലഡ് സെൽസ് ഉള്ളത്, മൂന്ന് തരത്തിലാണ് ബ്ലഡ് സെൽസ് ഉള്ളത്. ഒരെണ്ണം WBC, പിന്നെ RBC, പ്ലേറ്റ്ലെറ്റ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ WBCയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ? സാർ ഒരാളെ വിളിച്ചേ. ദിവ്യശ്രീ പറയൂ. WBCക്ക് എന്തുണ്ടാവില്ല? ഷേപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല, തോന്നിയ പോലെ ആയിരിക്കും. പിന്നെ ഫംഗ്ഷൻ എന്താ? അവരുടെ പണി എന്താ? ഡിസ്ട്രോയ് പാത്തജൻ, രോഗാണുക്കളെ നശിപ്പിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും പെക്യുലാരിറ്റി ഉണ്ടോ? ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ പ്രതിരോധശേഷി, ഇമ്മ്യൂണിറ്റിയും കൂടി നമുക്ക് തരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പാത്തജനെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റും കൂടി കൺവേഡ് ആണ്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം. WBC, നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ന്യൂക്ലിയസ്. ഒരു പ്രത്യേക പോയിന്റ് ആണ്. ന്യൂക്ലിയസ് ഉണ്ട്. ഡെസ്ട്രോയ് പാത്തജൻ. ഓക്കെ, ഏതെങ്കിലും ഒരു രണ്ടെണ്ണമൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് RBC ആണ്. RBCയുടെ ഷേപ്പ് എന്താണ്? RBCയുടെ ഷേപ്പ് എന്താ? ഷാൻ, കം ഓൺ ഷാൻ പറയൂ. RBCയുടെ ഷേപ്പ് എന്താ? വെരി ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഡിസ്കിന്റെ ആകൃതി ആയിരിക്കും. പിന്നെ നോൺ ന്യൂക്ലിയേറ്റഡ്, ന്യൂക്ലിയസ് ഉണ്ടായിരിക്കില്ല. പിന്നെ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. നമ്മൾ നേരത്തെ പഠിച്ച ഹീമോഗ്ലോബിൻ ഇതിനകത്തായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഷേപ്പ് എന്താണ്? ഡിസ്കിന്റെ ഷേപ്പ് ആണ്. ദെൻ എന്തുണ്ടായിരിക്കും സാർ? നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, മർമ്മം ഉണ്ടായിരിക്കില്ല. കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ, ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഏതെങ്കിലും ഒരു മൂന്ന് പോയിന്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ്. ദെൻ വിച്ച് ആർ ബ്ലഡ് സെൽസ്? ഏതൊക്കെയാണ് രക്തകോശങ്ങൾ? ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ് സാർ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറയാനായിട്ട് വരുന്നത്? ഏവ്ലിൻ പറയൂ.
ഏതൊക്കെയാണ് ബ്ലഡ് സെൽസ്? രക്തകോശങ്ങൾ. white blood cell, red blood cell, WBCയും RBCയും, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, platelet, പ്ലേറ്റ്ലെറ്റ്സ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, ചുവന്ന രക്തകോശം, വെളുത്ത രക്തകോശം, പ്ലേറ്റ്ലെറ്റ് എന്നിവയാണ് ബ്ലഡ് സെൽസ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ദെൻ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞതാ. എന്താണ് പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം? ആരാ പറയാ? ഏബൽ സി ജോബ്. പറയൂ. good evening sir, വെരി ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. help to ക്ലോട്ടിംഗ് ഓഫ് ദ ബ്ലഡ്. ഓക്കെ, ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നു. ഓക്കെ, ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ഓക്കെ, അടുത്തത് ഇൻ വിച്ച് ബ്ലഡ് സെൽ ഹീമോഗ്ലോബിൻ ഈസ് ഫൗണ്ട്? ഏത് ബ്ലഡ് സെല്ലിനകത്താണ് ഹീമോഗ്ലോബിൻ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക? ആരാ പറയാനായിട്ട് വരുന്നേ? ആൽഫി, കം ഓൺ. RBCക്ക് അകത്താണ്. ഓക്കെ, RBCക്ക് അകത്തായിരിക്കും. RBC കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. ചുവന്ന രക്തകോശത്തിലാണ് ഹീമോഗ്ലോബിനുകളെ കാണാനായിട്ട് സാധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റ് RBC ആൻഡ് WBC, വെളുത്ത രക്തകോശങ്ങളെയും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ പെക്യുലാരിറ്റീസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ എഴുതി വെക്കുക. RBC എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. WBC എന്ന് പറഞ്ഞിട്ട് അത്രയും കാര്യങ്ങൾ എഴുതി വെക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാടെന്ന് കഴിച്ച് കാണിച്ചേ. ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമാക്കിയിട്ട് എഴുതാം. നിങ്ങൾ പെട്ടിക്കള്ളി വരച്ചിട്ട് എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ദാറ്റ് ഈസ് ഹൃദയം, ഹാർട്ട്. ഓക്കെ, ഹാർട്ട് ഈസ് എ സെന്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം. രക്തപരിയാന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്. ദെൻ അതിന്റെ ഫങ്ഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഹെൽപ്സ് ടു പമ്പ് ബ്ലഡ് ടു ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ thoracic cavity between the lungs. ഹൃദയം ഔരസാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ റിബ്സ്. വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെടുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാടെന്ന് കഴിച്ച് കാണിച്ചേ. എന്താ കൈലാസ്? എന്തായിരുന്നുടാ? പ്ലാസ്മ സെല്ലല്ല. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിലത്തെ ഒരു ലിക്വിഡ് പോർഷൻ ആണ് പ്ലാസ്മ എന്ന് പറയുന്നത് കേട്ടോ. കറക്റ്റ് ആയിട്ട് പ്ലാസ്മ വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളർ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹൃദയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹാർട്ട്, മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകൾ. നമുക്കറിയാം, നമ്മളൊരു മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഹാർട്ടിന്റെ സൈസ് എന്ന് പറയുന്നത്. ദെൻ ഹാർട്ടിന് എത്ര അറകളാണുള്ളത്? ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. എത്ര അറകളുണ്ട്? എത്ര ചേമ്പേഴ്സ് ഉണ്ട്? വാവ്, സൂപ്പർ. 4 അറകളാണുള്ളത്. ദെൻ ഈ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ, അറിയാവോ അതിന്റെ പേര്? അറിയാമെങ്കിൽ ഉഷാടെന്ന് പറഞ്ഞേ, കൈവീശി കാണിച്ചേ. ശ്രീലക്ഷ്മി പറയൂ. പെരികാർഡിയം. വെരി ഗുഡ്. അതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഹാർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. മുഷ്ടി ചുരുട്ടി പിടിച്ച പോലെ. Then the heart is covered by a double layered membrane called pericardium. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ ബാക്കിയുള്ള ജീവികളിലെ നമ്മുടെ അതേപോലത്തെ അറകളായിരിക്കില്ല ഉണ്ടായിരിക്കുക. മണ്ണിരക്കാണെന്നുണ്ടെങ്കിൽ 5 pairs ഓഫ് ലാറ്ററൽ ഹാർട്ട്സ് ആണ്. 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് ഉള്ളത്. കോക്രോച്ചിനാണെന്നുണ്ടെങ്കിൽ 13 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 13 അറകൾ ഉണ്ടായിരിക്കും. ഫിഷിനാണെങ്കിൽ 2 കമ്പാർട്ട്മെന്റ്സ്, 2 അറകളാണുള്ളത്. ഫ്രോഗിനാണെന്നുണ്ടെങ്കിൽ 3 കമ്പാർട്ട്മെന്റ്സ്, 3 അറകളാണുള്ളത്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക. നിങ്ങളോട് ചിലപ്പോൾ ഈ പറയുന്ന മാച്ച് ദ ഫോളോയിങ് ഒക്കെ പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ അടുത്തത് കാർഡിയാക് വെൽനസ്. ഹൃദയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? സാറിനെ വിളിച്ചേ. ആരോൺ പറയൂ. വെരി ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. എക്സസൈസ് ചെയ്യണം. പിന്നെ ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കരുത്. ഓക്കെ, ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന കുറെ ഫുഡ്സ്, ഫാറ്റ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കരുതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൃദയത്തിന്റെ ആരോഗ്യം. നമുക്ക് നോക്കാം. Maintaining healthy heart is very important, in which involve adopting better lifestyle, good food habits, regular exercise and better lifestyle. ആരോഗ്യകരമായ ഹൃദയം നിലനിർത്തുന്നത് വളരെ പ്രധാനമാണ്. മികച്ച ജീവിതശൈലി, നല്ല ഭക്ഷണശീലങ്ങൾ, ചിട്ടയായ വ്യായാമം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ടായിരിക്കും. Then factors that affect the health of our heart. നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്, അതേപോലെ തന്നെ സ്മോക്കിംഗ്
ആൻഡ് ഡ്രിങ്കിങ് ലിക്വിഡ്സ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ സ്ഥിരമായി കഴിക്കുന്നത്, പുകവലിയും മദ്യപാനവും, ജീവിതശൈലി രോഗങ്ങൾ, വ്യായാമത്തിന്റെ അഭാവം എന്നിവയാണ് നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാറെടുത്ത് കൈ കാണിച്ചേ. Okay, then which among the following does not perform function of excretion? ഇതിനകത്ത് ഒരു ഓർഗൻ മാത്രം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കില്ല? എക്സ്ക്രീഷൻ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഏതാണ്? ഒന്നാണോ? കിഡ്നി ആണോ? അതേപോലെ തന്നെ ബി ലിവർ ആണോ? സി ഹാർട്ട് ആണോ? ഡി ലങ്സ് ആണോ? ഏതാണ്? ഒന്ന് സ്ക്രീനിൽ കാണിച്ചേ. ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? വെരി ഗുഡ്, ഹാർട്ട്. ബാക്കി എല്ലാതും നമ്മൾ എക്സ്ക്രീഷനിൽ പഠിച്ചിട്ടുള്ളതായിരുന്നു. കിഡ്നി, ലിവർ ആൻഡ് ലങ്സ് എല്ലാം എക്സ്ക്രീഷനുമായി ബന്ധപ്പെട്ട് വിസർജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഹാർട്ടാണ് അതിനകത്തൊന്നും ഉൾപ്പെടാത്തത്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് നോക്കാം. പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിംഗ്. All individuals have the same pulse rate. Pulse rate can be checked at the wrist only. Pulse rate and heart rate are different. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? എത്രാമത്തെയാണ്? ഒന്ന് വായിച്ച് നോക്കി പറയും. ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, അതോ മൂന്നാമത്തെയാണോ, നാലാമത്തെയാണോ എന്നൊക്കെ എല്ലാവരും പറയുന്നു ഒന്നാമത്തെയാണ്. പൾസ് റേറ്റ് ഇൻക്രീസസ് വൈൽ റണ്ണിങ്. ഓടുമ്പോൾ പൾസ് റേറ്റ് കൂടുന്നുണ്ടായിരിക്കും. ഓൾ ഇൻഡിവിജ്വൽസ് ഹാവ് ദ സെയിം പൾസ് റേറ്റ്. എല്ലാ മനുഷ്യന്മാർക്കും ഒരേ പൾസ് റേറ്റ് ആണോ? അല്ല. ചിലപ്പോൾ വയസ്സായ ആൾക്കാർക്കൊക്കെ പൾസ് റേറ്റ് ഇതിൽ കൂടുതലായിരിക്കും. വളരെ കുഞ്ഞുങ്ങൾക്കൊക്കെ ചിലപ്പോൾ 100-ന് മേലെ ആയിരിക്കും പൾസ് റേറ്റ്. അങ്ങനെ വ്യത്യാസം ഉണ്ടായിരിക്കും. വയ്യാത്ത ആൾക്കാർക്ക് പൾസ് റേറ്റ് അതിനനുസരിച്ച് കുറവുണ്ടായിരിക്കും. അടുത്തത് പൾസ് റേറ്റ് ക്യാൻ ബി ചെക്ക്ഡ് റിസ്റ്റ് ഓൺലി. റിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇവിടെ മാത്രമാണോ നമുക്ക് പൾസ് നോക്കാനായിട്ട് പറ്റുക? വേറെ എവിടെയൊക്കെ നോക്കാനായിട്ട് പറ്റും? ഇവിടെ നോക്കാനായിട്ട് പറ്റും. ഓക്കെ. പിന്നെ ഇവിടെ നോക്കുന്ന പൾസിന്റെ പേര് നിങ്ങൾക്ക് അറിയാവോ? കഴുത്തിന്റെ അവിടെ എല്ലാവരും കഴുത്തിന് തൊട്ട് കാണിക്കുന്നു. അറിയാവോ? ഇവിടെ നമ്മളൊരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിന്റെ പേരാണ് പെരോട്ടിഡ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പെരോട്ടിഡ് പൾസ് എന്ന് പറയാം. പെരോട്ടിഡ് പൾസ് കേട്ടോ. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. പെരോട്ടിഡ് പൾസ്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, ഇവിടെ ഉണ്ടായിരിക്കും. എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൾസ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. സോ ദെൻ പൾസ് റേറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ് ആർ ഡിഫറെന്റ്. പൾസ് റേറ്റും ഹാർട്ട് റേറ്റും ഡിഫറെന്റ് ആണോ, സെയിം ആണോ? സെയിം ആണ്. സോ ഒന്നാമത്തെ മാത്രമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്തത് ബ്ലഡ് ഡൊണേഷനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തയ്യാറാക്കാം. ഓക്കെ. ലെറ്റ് ഷെയർ ബ്ലഡ് ഫോർ ലൈഫ്. ഷെയർ യുവർ 15 minutes, സേവ് 3 lives. നമുക്ക് ജീവിതത്തിനായി രക്തം പങ്കിടാം. നിങ്ങളുടെ 15 മിനിറ്റ് 3 ജീവൻ രക്ഷിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾക്ക് അറിയാവുന്ന എന്താ പറയുക കോഡ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മറ്റേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ അതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ദെൻ ബ്ലഡ് ഡൊണേഷൻ, രക്തദാനത്തിനെ കുറിച്ചിട്ടാണ് ഇനി പറയാനായിട്ടുള്ളത്. ബ്ലഡ് ഡൊണേഷൻ ഈസ് എ വോളണ്ടറി ഡൊണേഷൻ ഓഫ് ബ്ലഡ് ബൈ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഫോർ ഫർദർ യൂസ് ത്രൂ ഇറ്റ്സ് സയന്റിഫിക് പ്രിസർവേഷൻ. ഒരാൾ സ്വമനസാലെ മറ്റൊരാൾക്കോ ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണ് രക്തദാനം. എ ഹെൽത്തി പേഴ്സൺ ഹാസ് അബൌട്ട് 5.5 liters ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബോഡി. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ എന്തുണ്ടായിരിക്കും, ബ്ലഡ് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇഫ് there is a decrease in blood volume due to accidents or illness, it is crucial to take immediate actions like blood transfusion and intravenous fluid etc. അപകടങ്ങൾ മൂലമോ അസുഖം മൂലമോ രക്തത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ രക്തപ്പകർച്ച, ഇൻട്രാവീനസ് ഫ്ലൂയിഡ് തുടങ്ങിയവ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള ഒരു കാര്യം, ഒരു ഇതാണ് പറയാനായിട്ടുള്ളത്. ദെൻ അത്രയേ ഉള്ളൂ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം വാട്ട് ഈസ് എ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? ആരാ പറയാനായിട്ട് വരുന്നത്? സാർ വിളിച്ചേ. അമൃത, കമോൺ. ഏതാണ് മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ? ഈ സ്ക്രീനിൽ കാണുന്നതാണോ? കിഡ്നി അല്ലാതെ വേറെ ഏതൊക്കെ എക്സ്ക്രീറ്ററി ഓർഗൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ലങ്സ്, ലിവർ, ഒരെണ്ണം കൂടി ഉണ്ട്, ലാസ്റ്റ് വൺ. സ്റ്റൊമക്കോ? നോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറെ ഏതൊക്കെ സാധനങ്ങൾ പുറത്തേക്ക് പോകാറുണ്ടോ എന്ന് ആലോചിച്ച് നോക്കൂ. ഓടിക്കളിച്ചു കഴിഞ്ഞാൽ സ്കിൻ. വെരി ഗുഡ്. ഓക്കെ. സ്കിന്നിലൂടെ പുറത്തേക്ക് പോകുന്നത് എന്താ? സ്വെറ്റ്. വെരി ഗുഡ്. ഓക്കെ, സ്വെറ്റടാ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. സോ കിഡ്നിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കിഡ്നി
കിഡ്നി ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ദ ആക്ട് ആസ് എ ഫിൽറ്റേഴ്സ് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്നതാണ്. കിഡ്നീസ് ആർ ബീൻ ഷേപ്ഡ് ആണ് ട്ടാ, പയർമണിയുടെ ആകൃതിയിലായിരിക്കും. ദേ ആർ ലൊക്കേറ്റഡ് ഇൻ ദ അബ്ഡോമിനൽ കാവിറ്റി ഓൺ ദ ഈതർ സൈഡ്സ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിനെ 2 കാവിറ്റീസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ട് ഏതൊക്കെ ക്യാവിറ്റീസ് ആണെന്ന് അറിയാമെങ്കിൽ ഉഷാറൊന്ന് കഴിച്ച് കാണിച്ചേ. ഹാർട്ടൊക്കെ ഇരിക്കുന്നത് വേറൊരു ക്യാവിറ്റിയിലാണ്, സ്റ്റൊമക്ക് ഒക്കെ ഇരിക്കുന്നത് വേറൊരു ക്യാവിറ്റിയിലാണ്. ആരാ പറയാനായിട്ട് വരുന്നത്? മീനാക്ഷി, കം ഓൺ. മ്യൂട്ട് ചെയ്യൂ മീനാക്ഷി, അൺമ്യൂട്ട് ചെയ്യൂ മീനാക്ഷി. Good evening, sir. വെരി ഗുഡ് ഈവനിങ് മീനാക്ഷി, പറഞ്ഞോളൂ. Question പറയൂ. 2 ക്യാവിറ്റിയാണ് നമ്മുടെ ശരീരത്തിനകത്ത് മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏതൊക്കെയാ? Thoracic cavity. തൊറാസിക് ക്യാവിറ്റി എവിടെ ഇരിക്കും? അതന്നെ, ഇവിടെ ഇരിക്കും. ഇത്രയായിരിക്കും നമ്മുടെ തൊറാസിക് ക്യാവിറ്റി. അവിടെയാണ് നമ്മുടെ ലങ്സ്, ഹാർട്ട് എന്നിവയൊക്കെ ഇരിക്കുന്നത്. ദെൻ ഇവിടെ വരെ ആയിരിക്കും നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റി. അവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ഒക്കെ ഇരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, ആ ക്യാവിറ്റിയിൽ തന്നെയാണ് കിഡ്നിയും ഇരിക്കുന്നത്. നമ്മുടെ നട്ടെല്ലിന്റെ ഇരുവശത്തായിട്ടായിരിക്കും ഈ കിഡ്നി ഇരിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഉഷാർന്ന് കഴിച്ച് കാണിച്ചേ. ഓക്കെ, ദെൻ അടുത്തത് ഇതിനകത്ത് 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. റീനൽ ആർട്ടറി, അതേപോലെ തന്നെ റീനൽ വെയിൻ. രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. റീനൽ ആർട്ടറി ക്യാരീസ് ബ്ലഡ് ടു ദ കിഡ്നി. കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് നമ്മൾ റീനൽ ആർട്ടറി എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇതിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കും? കണ്ടെയ്ൻസ് യൂറിയ, ഗ്ലൂക്കോസ്, സോൾട്ട്, ഓക്സിജൻ ആൻഡ് അതർ കോമ്പോണൻസ്. ദെൻ റീനൽ വെയിൻസിൽ ബ്ലഡ് back from the kidney after filtration കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്. This contain less amount of urea, glucose, salt, oxygen and other components. മനസ്സിലായെങ്കിൽ ഉഷാറൊന്ന് കഴിച്ച് കാണിച്ചേ. റീനൽ ആർട്ടറി, റീനൽ വെയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Then kidney plays an important role in maintaining the concentration of water and salt in the body. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നത് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നു. Then ureters carries the urine from the kidney to the urinary bladder. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് വാട്ട് ക്യാൻ വി ഡു പ്രൊട്ടക്ട് അവർ കിഡ്നി ഹെൽത്ത്. വൃക്കയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാനായിട്ട് പറ്റുക? കിഡ്നി നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം, എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ആരാ പറയാനായിട്ട് വരുന്നത്? ഇവാനിയ, കം ഓൺ. Good evening, sir. പറഞ്ഞോളൂ ഇവാനിയ. എക്സസൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ, വെള്ളം നന്നായി കുടിക്കണം. ഓക്കെ, അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് അല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കേണ്ടതുണ്ടോ? അവോയ്ഡ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. ഏതാണ് ഈ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്? പെപ്സി കൊക്കക്കോള അറിയാം അല്ലേ. മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചോടാ മക്കളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിക്കുവോ? ഇല്ല, ഞങ്ങൾക്ക് അപ്പം പെപ്സി കൊക്കക്കോള വേണം അല്ലേ. അത്തരത്തിലുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗിവ് അപ്പ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. പുകവലിയും മദ്യപാനവും ഉപേക്ഷിക്കുക. റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സോൾട്ട്. ഉപ്പിന്റെ അമിത ഉപയോഗം കുറയ്ക്കുക. Reduce the use of unnecessary medicine. അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം കുറയ്ക്കുക. Then drink at least 12 glass of water daily. ദിവസവും 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. Avoid over use of artificial drinks. കൃത്രിമ പാനീയങ്ങളുടെ ഉപയോഗം ഒഴിവാക്കുക. Exercise daily. ഏതെങ്കിലും ഒരു 4 പോയിന്റ് ഒക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക കേട്ടോ. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഉഷാറൊന്ന് കഴിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ RBC and WBC ഫംഗ്ഷൻസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അത് നിങ്ങളൊന്ന് പെട്ടെന്നൊന്നിരുന്ന് പഠിച്ചേ.